പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് സ്പാർക്കിൽ നിന്ന് തുടങ്ങാവേ. സ്പാർക്കി നമ്മൾ ഹോസ്റ്റലിലാക്കാൻ വന്നത് അന്ന് നമ്മൾ വിട്ട ആ ഹോസ്റ്റലിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ സാൻഡിയേഗോ ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഷിക്കാഗോയിൽ നിന്ന് സാൻഡിയേഗോ വരെ ട്രാവൽ ചെയ്യുന്ന എല്ലാ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് എന്ന് പറയാം. എന്നെപ്പോലെ ഒരു ഇന്ത്യൻ നമ്മുടെ USA വന്നിട്ട് ഡൊമസ്റ്റിക് ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ, ഓരോ ഫുൾ ട്രാവൽ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. അപ്പം നമുക്കറിയാമല്ലോ, ഇവിടെ മെഡിസിൻസൊക്കെ നമുക്ക് ഓൺ ദ കൗണ്ടർ മെഡിസിൻസ് കിട്ടുന്ന കുറച്ച് കുറവാണ്. കാരണം ബാക്കിയെല്ലാം ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് ഗുണം വാൾമാർട്ടിൽ വന്നു കഴിഞ്ഞിട്ടൊരു മെഡിക്കൽ സെക്ഷൻ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് അലർജിക്കുള്ളത്, നമ്മുടെ ഫീവർ, അങ്ങനെ ചെറിയ ചെറിയ മരുന്നുകളെല്ലാം ഇവിടെ നിന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതായത് നമ്മുടെ അവിടെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി നമ്മൾ തന്നെ നമുക്കൊരു ട്രാവൽ ചെയ്യേണ്ടപ്പോൾ വാങ്ങിക്കേണ്ട സാധാരണങ്ങളെല്ലാം നമുക്കിവിടെ വാൾമാർട്ടിൽ വന്നിട്ട് വാങ്ങിക്കാം. ഇപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നിയ കാരണം എന്ന് പറഞ്ഞാൽ, ഇവർക്കൊരു ട്രാവൽ എന്ന് പറയുന്ന സെക്ഷനുണ്ട് കേട്ടോ. ആ സെക്ഷനിൽ പോയി കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകത്തില്ല ചില സാധനങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ. ഇതെടുക്കാൻ മറന്നേ, അവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എല്ലാവരും ലിസ്റ്റ് എഴുതേണ്ട ആവശ്യം പോലും ഇല്ല. എല്ലാ സാധനങ്ങളും ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്, അവിടെ നമുക്ക് എടുക്കാം. അതായത് ബ്രഷും പേസ്റ്റിൻ്റെയും ഒരു കോംബോ ആയിട്ടൊരു നമ്മുടെ അതായത് പാക്കായിട്ടത്, അത് പിന്നെ റീയൂസ് ചെയ്യാവുന്നൊരു പാക്ക്, പിന്നെ നമ്മുടെ അലർജിക്കുള്ള ടാബ്ലറ്റ്, സാനിറ്റൈസർ, വെറ്റ് ടിഷ്യൂസ്, അങ്ങനെ കുറേ സാധനങ്ങൾ കേട്ടോ. ഇവിടുന്ന് ഗോപു ഡയറക്റ്റ് നാട്ടിൽ പോകുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് അച്ഛന് വേണ്ട സാധനങ്ങൾ, നാട്ടിലോട്ട് വേണ്ട സാധനങ്ങൾ, ഒന്നുമില്ല കുറച്ച് മെഡിസിൻസും, അതായത് പ്രഷർ മോണിറ്ററും അതൊക്കെ വാങ്ങിക്കണമായിരുന്നു. പിന്നെ ഷുഗർ, അതായത് നമ്മുടെ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന സ്ട്രിപ്സ് വേണമായിരുന്നു. അത് അങ്ങനെ കുറച്ച് സാധനങ്ങൾ, എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ, പിന്നെ ട്രാവലിന് വേണ്ട കുറച്ച് സാധനങ്ങൾ, പിന്നെ വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് വാൾമാർട്ടിൽ കുറച്ച് കയറി പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്തു. ഇത് സ്പാർക്കിൽ കൊണ്ടുവിട്ടിട്ട് നമ്മൾ ഡയറക്റ്റ് വാൾമാർട്ടിലോട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ആ സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. കണ്ടോ, ഇതാണ് ഇവരുടെ ട്രാവൽ, ഞാൻ പറഞ്ഞില്ല, ഏരിയ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് കിട്ടും കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നുന്നു. കാരണം നമ്മൾ പലതും മറന്നു പോകുമല്ലോ, എത്ര നമ്മൾ കോൺഷ്യസ് ആയാലും ഇതെടുക്കാനൊക്കെ മറന്നു പോകുമല്ലോ. അങ്ങനെ അതൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണേ. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ 9 മണിയായപ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഫ്ലൈറ്റ് 4 മണിക്കാണ്. പക്ഷേങ്കിൽ നമ്മൾ 2.5 മണിക്കൂർ ട്രാവലുണ്ട്. നമ്മൾ റെൻ്റേ കാർ എടുത്തു കേട്ടോ. കാരണം ഇവിടെ നിന്ന് നാട്ടിലോട്ടാണല്ലോ പോകുന്നത്. പിന്നെ 1 മാസം ആവത്തില്ല തിരിച്ച് വരുമ്പോഴത്തേനും. പിന്നെ അത്ര നാൾ നമ്മൾ എയർപോർട്ടിൽ കാറ് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് റെൻ്റേ കാർ എടുത്തു. നമ്മൾ ബുക്ക് ചെയ്തിരുന്ന കാറ് കിട്ടിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ ചെറിയ കാർ, പക്ഷെ നമുക്ക് ഒരു പെട്ടിയേ ഉള്ളൂ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നാലും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരുന്നേലും നമ്മൾ ആദ്യം ബുക്ക് ചെയ്തിരുന്ന കാറ് കിട്ടിയിരുന്നെങ്കിൽ. അത് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ രാവിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇറങ്ങുകയാണ്. ഇവിടെ നിന്നൊരു 2 മണിക്കൂർ ട്രാവലുണ്ട് എയർപോർട്ടിലോട്ട്. പക്ഷേ ട്രാഫിക്കൊക്കെ കാരണം ചിലപ്പോൾ 2.5 മണിക്കൂർ ആയേക്കാം. നമ്മൾ ഡിലേ ആവണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നേരത്തെ ഇറങ്ങി ഇവിടുന്ന് നമ്മൾ ഈ കാറ് പിക്ക് ചെയ്തിട്ട് എയർപോർട്ടിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്തു, കീ അവിടെ അതേ തന്നെ ഇട്ടിട്ട് പോരുക എന്നുള്ള ഒരു ഫോർമാലിറ്റീസും ഇല്ല കേട്ടോ. US വന്നിട്ട് എനിക്ക് തോന്നിയ കുറേ ഒരു കാര്യമാണ് അത്. കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ സിമ്പിൾ ആൻഡ് എഫിഷ്യൻ്റ് ആണ്. അതായത് നമ്മൾ എന്തെങ്കിലും കുറേ സ്റ്റെപ്സ് ഒന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഉള്ളത് എളുപ്പം കാര്യങ്ങളെല്ലാം കഴിയും. നമ്മൾ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ കുറേ സംഗതികൾക്ക് കുറേ ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ, ആവശ്യമില്ലാത്ത കൂടെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മളുടെ അത്രയും പോപ്പുലേഷനുള്ളൊരു കൺട്രി ആയതുകൊണ്ടായിരിക്കും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ എന്നാലും കാര്യങ്ങൾ ഭയങ്കര സിമ്പിളായിട്ട് എയർപോർട്ടിൽ പോകുന്ന കാര്യങ്ങളും എയർപോർട്ടിലെ കാര്യങ്ങളും നമ്മുടെ ട്രാവലും എല്ലാം കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആൻഡ് സിമ്പിളാണ്. നമുക്ക് തന്നെ ട്രാവൽ ചെയ്യാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഒൺലി തിങ് നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് അറിയണം. നമുക്കത് അറിയാമെങ്കിൽ നമുക്കിങ്ങനെ എല്ലാ കാര്യങ്ങളും കുറച്ച് സിമ്പിളാണ് കേട്ടോ. ഇവിടെ കുറേ വെയിറ്റിംഗ് അവേഴ്സ് ഇല്ല. നമ്മൾ കാര്യങ്ങൾ അങ്ങനെ കുറച്ച് സ്മൂത്തായിട്ടെല്ലാം പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെതർ നമ്മളെ കുറച്ച് ചതിക്കുന്ന ലക്ഷണമാണ് ഇന്നും. കാരണം ടൊർണാഡോയുടെ വാർണിംഗ് ഒക്കെ കുറച്ചുണ്ട് ഇത്ര സമയത്ത് ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴേ കണ്ട മേഘങ്ങളെല്ലാം നല്ല ക്ലൗഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് മഴ പെയ്യാനായിട്ടുള്ളൊരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫ്ലൈറ്റൊക്കെ ഡിലേ ആവുമോ എന്നൊക്കെ ഒരു ടെൻഷനുണ്ട്. കാരണം ടൊർണാഡോ വന്നു കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമാകുമല്ലോ. പൊതുവേ കുറേ ഏരിയകളിൽ ഇന്നലെ ഈ സമയത്ത് ടൊർണാഡോയുടെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ ടൊർണാഡോ വാച്ചിൻ്റെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളതിൻ്റെ വാർണിംഗ് ഇങ്ങനെ നമ്മുടെ ഫോണിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മൾ ബേസ്മെൻറ്റ് ഷെൽട്ടർ എടുക്കണം. നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിലും നമ്മൾ എവിടെയെങ്കിലും വഴിയിൽ ഒരു ഷെൽട്ടർ പോലെ ഒരു വീട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കയറി നിൽക്കണം. അങ്ങനെ തന്നെയാണ് കേട്ടോ. ട്രാവൽ ചെയ്യാനേ പാടില്ല. നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ നാശനഷ്ടങ്ങൾ ടൊർണാഡോയ്ക്ക് വരുത്താൻ പറ്റും. അതായാലും ഇങ്ങനെ ഭയങ്കര ക്ലൗഡി ആയിട്ടുള്ളൊരു വെതറായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒന്നും അതിൻ്റെ സൈറനും വാച്ചും ഒന്നുമില്ല. പക്ഷേ അത് വരാനുള്ള 3 മണിക്കെങ്ങാണ്ടൊരു വാണിങ് നേരത്തെ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിപ്പോൾ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതിനവിടെ ചെന്നിട്ട് ഞാൻ പറയാം. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോവാണ് കേട്ടോ. അങ്ങനെ ഈ വണ്ടി നമ്മൾ ഡ്രോപ്പ് ചെയ്യേണ്ട സ്ഥലം എത്തി. എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ. എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ വണ്ടി ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അതിനകത്തോട്ട് നമ്മളിങ്ങനെ കയറിപ്പോൾ നമ്മുടെ ഈ മൾട്ടി ലെവൽ പാർക്കിംഗ് പോലെ ഒരു ഏരിയയാണ്. കുറേ വലിയൊരു ഏരിയയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുക. നമ്മൾ കീ ഒക്കെ അതിൽ തന്നെ ഇട്ടാൽ മതി. ഇട്ടിട്ട് നമുക്ക് നേരെ എയർ ട്രെയിൻ എടുത്തിട്ട് എയർപോർട്ടിലോട്ട് പോകാം കേട്ടോ. അങ്ങനെയാണ് ലെവൽ 1 ലെവൽ 2 എല്ലാം നമുക്ക് ഗൂഗിളിൽ നോക്കി നമ്മളിങ്ങനെ പോവുകയാണേ. അപ്പോൾ ഇവരുടെ കുറേ കമ്പനീസ് ഉണ്ടല്ലോ, ഹേർട്സ് എന്ന് പറയുന്ന അതിൻ്റെ അവിടെയാണ് നമ്മൾ ഇത് പാർക്ക് ചെയ്യേണ്ടത്, നമ്മുടെ കാറ് കൊടുക്കേണ്ടത് കേട്ടോ. ഇത് നമ്മുടെ ഞാൻ പറഞ്ഞില്ല മൾട്ടി ലെവൽ പാർക്കിംഗ് പോലെ ഇരിക്കും. ഇത് ഏത് കാറായിരുന്നെന്ന് ഞാൻ ഓർക്കുന്നില്ല. അവരെവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് പാർക്കിങ്ങിലോട്ട് പോയിട്ട് അവരവിടെ എല്ലാം നെയിം ബോർഡ്സ് ഉണ്ട് കേട്ടോ, എവിടെയാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ വേയിൽ പോയിട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണേ. ഞങ്ങളവിടെ കാറ് ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് നമ്മളവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി പ്രാവശ്യം പറഞ്ഞല്ലോ, ഹേർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടോ, റിട്ടേൺ എന്നുള്ള സ്ഥലത്തിടുക. അവിടെ ഒരാൾ ജസ്റ്റ് അവിടെ ഇങ്ങനെ കാർ പാർക്കിങ്ങിന് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു കേട്ടോ, കാറിൻ്റെ ഒന്ന് നമ്മൾ പാർക്ക് ചെയ്യും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ അതവിടെ ഓഫ് ചെയ്യുക, കാർ ഓഫ് ചെയ്യുക, കീ അവിടെ തന്നെ വെക്കുക. നമ്മൾ നേരെ എയർപോർട്ട് ടെർമിനലിലോട്ട് പോകാനായിട്ട്, അതായത് നമ്മൾ അവിടെ നിന്ന് എയർ ട്രെയിൻ എടുക്കും. അതായത് ഓട്ടോമേറ്റഡ് എയർ ട്രെയിൻസ് ആണ്, അതെടുക്കാനായിട്ട് പോവുകയാണേ. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ടെർമിനലിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ബാഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ക്യാരി ഓൺ ബാഗ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡിൻ്റെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഒരു ചെക്ക്ഡ് ഇൻ ബാഗേജ്, അതായത് 50 LBS, അതായത് നമ്മുടെ 23 kg ആണ് നമുക്ക് പറ്റുന്നത് കേട്ടോ. അങ്ങനത്തെ ഒരു പെട്ടിയുള്ളൂ. ബാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും ക്യാബിൻ ബാഗ്, ഒരു ക്യാരി ഓൺ ബാഗും പറ്റും, ഒരു പേഴ്സണലായിട്ട് ബാഗും പറ്റും. ക്യാരി ഓൺ ബാഗിനും നമ്മൾ പേയബിൾ ആണ്. അതായത് ചെക്ക് ചെയ്യുന്ന ലഗേജ് 50 LBS കൂടുതലാണെങ്കിൽ ഓവർ വെയ്റ്റിനുള്ള ഫീസ് നമ്മൾ കൊടുക്കണം. അത് നമ്മുടെ ചില പ്രീമിയം ക്യാബിൻ പാസഞ്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് നമുക്ക് 70 LBS, അത് 32 kg വരെ കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ബേസിക് ഇക്കണോമി പ്ലസ് ഫസ്റ്റ് ക്ലാസ് അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ബേസിക് എക്കണോമി ആയിരുന്നു. അങ്ങനെ അതായിരുന്നു നമ്മൾ എടുത്തത്. അങ്ങനെയാണ് അതാണ് അതിൻ്റെ ചെക്കിൻ്റെ റൂൾസ് എന്ന് പറയുന്നത്. അപ്പം എല്ലാ യുണൈറ്റഡ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സിൻ്റെ ഇക്കണോമിയുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചെക്ക്ഡ് ബാഗേജ് അലവൻസ് എന്ന് പറയുന്നത് 23 kg ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ എയർപോർട്ട് ടെർമിനലിലോട്ട് പോകാനുള്ള ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ എത്തി. അവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് ഒഹാർ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഇവിടെ ടെർമിനൽ 1, ടെർമിനൽ 2, ടെർമിനൽ 3 അത് 3 ഡൊമസ്റ്റിക് ടെർമിനൽസ് ആണ്. ടെർമിനൽ 5 ആണ് ഇൻ്റർനാഷണൽ ടെർമിനൽ എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ 24 മണിക്കൂറും എയർപോർട്ട് ട്രാൻസിറ്റ് സിസ്റ്റം, അതായത് ATS എന്ന് പറയുന്നത്, അത് ഫ്രീ ആണ്. ഓട്ടോമേറ്റഡ് ട്രെയിൻ,
ദാറ്റ് ഓപ്പറേറ്റ്സ് 24 hours a day. എന്നിട്ട് അത് എല്ലാ ടെർമിനലായിട്ടും കണക്ട് ചെയ്യും. നമുക്ക് ടെർമിനൽ ടു ടെർമിനൽ പോകാനാണെങ്കിലും അതൊക്കെ അതാണ്. അതായത് എല്ലാ മിനിറ്റിലും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ ഓട്ടോമേറ്റഡ് ട്രെയിൻ സിസ്റ്റമാണ് കേട്ടോ. അത് ഒരു ടെർമിനലിൽ നിന്ന് മറ്റൊരു ടെർമിനലിലേക്ക് പോകാനായിട്ട് അതൊരു 10 മിനിറ്റ് ആയിരിക്കും ഏറ്റവും ലോങ്ങസ്റ്റ് ജേർണി എന്ന് പറയുന്നത്. അതിനുള്ളിൽ നമ്മൾ എല്ലാ ടെർമിനലിലും എത്തും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അഥവാ നമുക്ക് വേറെ ഡൗൺ ടൗണിലോട്ട് പോകാനാണെങ്കിൽ വേറെ ഒരു ബ്ലൂ ലൈൻ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ അതാണ് എടുക്കേണ്ടത്. ഇതിപ്പോൾ നമുക്ക് വേറെ ടെർമിനലിലോട്ടാണല്ലോ പോകേണ്ടത്. നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് അവിടെ എടുത്തിട്ട് ഈ ഓട്ടോമേറ്റഡ് ട്രെയിൻ എടുത്തിട്ട് നമ്മൾ നമ്മുടെ ടെർമിനൽ 1 ആണ് കേട്ടോ, ടെർമിനൽ 1ലോട്ടാണ് പോകേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ ടെർമിനൽ 5 മാത്രമാണ് ഇൻ്റർനാഷണൽ. ഇതിങ്ങനെ എല്ലാ ഫ്യൂ മിനിറ്റ്സിലും ഉള്ള കാരണം അതിനകത്ത് അങ്ങനെ വലിയ ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ, കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളായിരുന്നു. എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ അതിലിങ്ങനെ ട്രാവൽ ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങളവിടെ ടെർമിനലിലെത്തി. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ നമുക്കിങ്ങനെ ബോർഡ് കാണുമല്ലോ. ബോർഡ് നോക്കിയപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് 1 മണിക്കൂർ അപ്പം തന്നെ ഡിലേ ആയിട്ടുണ്ട്. നമുക്കൊരു ഷുവറായിരുന്നു കേട്ടോ, ഞാൻ പറഞ്ഞില്ല ടൊർണാഡോയുടെ ഇതുള്ളതുകൊണ്ട്. അങ്ങനെ 1 മണിക്കൂർ ഡിലേ ആയിരുന്നു. അവിടെ നിന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ ബാഗ് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോവുകയാണേ. ബാഗ് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മൾ നേരത്തെ ഡൊമസ്റ്റിക് ട്രാവൽ ആകുമ്പോൾ വെബ് ചെക്കിൻ എല്ലാം ചെയ്തിരുന്നു. നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ബാഗ് ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പോൾ ബാഗ് ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലത്തോട്ട് നമ്മളിങ്ങനെ നടന്ന് പോവുകയാണേ. ഇത് ഭയങ്കര ബിസി ആയിട്ടുള്ള എയർപോർട്ടാണ്. അതുകൊണ്ട് എപ്പോഴും തന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ. എനിക്ക് നമ്മൾ ഒരു ബോംബെയിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയതുപോലെയാണ്. അത്രയ്ക്ക് തിരക്കായിരുന്നു. ഇനി അന്നത്തെ ദിവസമായതുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നല്ല ലോകത്തിലെ തന്നെ ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ്. അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു ഇത്ര തിരക്കാണെങ്കിലും കാര്യങ്ങളെല്ലാം ഭയങ്കര സിമ്പിളാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് കുറേ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും, ഇങ്ങനെ ഓരോ പ്രോസസ്സ് ചെയ്യാനായിട്ട് കുറേ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല. അപ്പം നമുക്ക് നമ്മുടെ ബോർഡിംഗ് പാസ് ഉണ്ട്. പക്ഷേങ്കിൽ നമുക്ക് ബാഗ് ഡ്രോപ്പ് ചെയ്യാനുള്ള ടാഗ് എടുക്കണം. അത് നമ്മൾ സെൽഫായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി അവിടെ നമ്മുടെ എല്ലായിടത്തും കിയോസ്ക് വെച്ചിട്ടില്ല, അതുപോലെയാണ്. ഇങ്ങനെയാണ് നമ്മൾ ബാഗ് ഡ്രോപ്പ് ചെയ്യാനുള്ള ടാഗ് എടുക്കുകയാണ്.
ബാഗ് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ പിന്നെ പോകുന്നതാണ് സെക്യൂരിറ്റി ചെക്കിനോട്. സെക്യൂരിറ്റി ചെക്ക് ഇപ്പം നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആയതുകൊണ്ട് നമുക്ക് പാസ്പോർട്ട് അവിടെ കാണിക്കണം. അവരത് സ്കാൻ ചെയ്യും. അവിടെ ഒരു അതാണ് ജസ്റ്റ് ഒരു സിമ്പിൾ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ ലൈൻ നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. ജസ്റ്റ് പാസ്പോർട്ട് കാണിക്കും, അവരൊരു നമ്മുടെ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യും, ജസ്റ്റ് വിടും, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഈ ചെക്കിങ് അവിടെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തിട്ടിട്ടാണല്ലോ നമ്മൾ സെക്യൂരിറ്റി ചെക്കിൻ ചെയ്യാറുള്ളത് നമ്മുടെ ഇന്ത്യയിൽ. ഇവിടെ നമ്മുടെ ഉള്ള ഷൂസ് നമ്മൾ റിമൂവ് ചെയ്യണം. ബാക്കി നമ്മുടെ ബാഗിനകത്ത് സാധനങ്ങൾ അങ്ങനെ എല്ലാം ഓരോന്നോരോന്നിട്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാം ഫോൺ എടുത്ത് വെളിയിൽ വയ്ക്കുക, ബാക്കി ചാർജേഴ്സൊക്കെ ബാഗിനകത്ത് തന്നെ അങ്ങനെ തന്നെ സ്കാൻ ചെയ്ത് വരും. അങ്ങനെ ആ സെക്യൂരിറ്റി ചെക്കിന് ഒരു 2 മിനിറ്റ് പോലും എടുത്തില്ല. ലൈൻ അങ്ങനെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ വന്നു. അപ്പോൾ എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചില്ലീസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോയി നോക്കിയപ്പോൾ അവിടെയൊക്കെ ഭയങ്കര തിരക്ക്. അങ്ങനെ അവസാനം ഇവർക്ക് നിൽക്കാനുള്ള സ്ഥലം ക്ഷമയില്ല, അവർക്ക് വിശക്കുന്നു ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ മാക്ഡൊണാൾഡ്സിൽ നിന്ന് ബർഗറും. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ബർഗർ ഈറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അത് ഒട്ടും സ്പേസ് കളയാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് മാക്ഡൊണാൾഡ്സിൻ്റെ തൊട്ട് ഒരു ലെയിനല്ല, ഒരു എന്താ പറയുക ഫെൻസിങ് പോലെ വെച്ചേക്കുക. അതിലാണ് ഡിപ്പാർച്ചർ. അവിടെ നിന്ന് തന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുണ്ട്. ഞങ്ങൾ ചില്ലീസിൽ വന്ന് നോക്കുവാണ്. ചില്ലീസിൽ വന്ന് നോക്കിയപ്പോഴത്തേനും ഭയങ്കര രക്ഷ. 2 പ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് നോക്കി കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഗേറ്റ് നമ്പർ 6 ആയിരുന്നു. അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാനായിട്ടിരുന്നു. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെയാണ് നമ്മുടെ ശരിക്കുമുള്ള കളി തുടങ്ങിയത്. കാരണം ഫ്ലൈറ്റ് ഡിലേ ആവാൻ തുടങ്ങി. ഭയങ്കര ടൊർണാഡോ വാർണിംഗ് വരുന്നു. എല്ലാ മൊബൈൽസും കടന്ന് അലാം അടിച്ചുകൊണ്ടിരിക്കുക. അത്ര ഭയങ്കര ഹെവി ആയിട്ടുള്ള വെതർ, ഭയങ്കര ബാഡ് വെതറായിരുന്നു. അതുകൊണ്ട് എല്ലാ ഫ്ലൈറ്റ്സും ക്യാൻസൽ. കുറേ ഫ്ലൈറ്റ്സ് ക്യാൻസലായി കേട്ടോ, ഡിലേഡ് എന്ന് പറയും. അപ്പം ഞങ്ങളുടെ ആദ്യം 4 മണി, 5 മണിയായി, 6 മണിയായി, 7 മണിയായി, 8 മണി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് പിന്നെ നമ്മളോർത്തത് ക്യാൻസൽ ആവുമോ പോവുമോ ഒന്നും അറിയത്തില്ലായിരുന്നു. അത് എനിക്ക് പിറ്റേ ദിവസം സാന്റിയാഗോയിൽ എത്തണം, മോൻ്റെ കോൺവൊക്കേഷനാണ്. അങ്ങനെ കുറേ ഫ്ലൈറ്റ്സ് ഡിലേ ആയി. ഏതായാലും നമ്മുടെ ഫ്ലൈറ്റ്സ് ഇതുവരെയും ഡിലേ ആയിട്ടില്ല. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ തളർന്നു. കാരണം നമ്മൾ രാവിലെ ഇറങ്ങിയത്. പിന്നെ നമുക്ക് ട്രാൻസിറ്റ് എടുക്കുക, നമുക്ക് ലേ ഓവർ ആണെങ്കിൽ നമുക്കതൊരു മനസ്സിലാവും, ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുമല്ലോ. ഇതങ്ങനല്ല. ഇതിരുന്നിരുന്നിരുന്ന് ഇപ്പോൾ 1 മണിക്കൂർ ലേറ്റ് ആയെന്ന് പറയും, പിന്നെ അടുത്ത മെസ്സേജ് ഒരു അരമണിക്കൂർ ലേറ്റ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വരുന്നത് അതൊരു ഭയങ്കര കഷ്ടമായിരുന്നു കേട്ടോ. അവസാനം ഏതായാലും ഭയങ്കര മഴയും നമ്മൾ ടൊർണാഡോ പേടിച്ചു പോയി കേട്ടോ. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനത്തെ ഒരു ട്രാവലായിരുന്നു. അതായത് ഫ്ലൈറ്റ് എടുത്താൽ പറയാം എടുത്തെന്ന് അങ്ങനെയുള്ള സ്ഥിതിയിലായിരുന്നു. അവസാനം 8:55 നമ്മുടെ പിന്നെ അനൗൺസ് ചെയ്തു. 8:55 നമ്മൾ ഫ്ലൈറ്റിൽ കയറിയെങ്കിലും അവിടെ നമ്മൾ അത് അവിടെ കടന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ടേക്ക് ഓഫ് ആയപ്പം 9:50 എന്തോ ആയി കേട്ടോ. അങ്ങനെ ഒരു സമയത്തെ ഒരു ഭയങ്കര ബാഡായിട്ടുള്ളൊരു ട്രാവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഈ വെതർ കൊണ്ട്, അല്ലാതെ നമ്മുടെ ബാക്കി ഒരു ഫെസിലിറ്റീസിനും ഞാൻ പറഞ്ഞതുപോലെ യാതൊരു താമസവും ഇല്ല, ഒന്നുമില്ല. വെതർ ബാഡായതുകൊണ്ട് മാത്രമുള്ള പ്രോബ്ലംസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. എന്നാലും കുറച്ച് നേരം പിള്ളേരല്ലേ, കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് 2-3 പ്രാവശ്യം ഞങ്ങൾ സ്റ്റാർബക്സിൽ പോയി അവിടെ പോയി സ്നാക്സൊക്കെ കഴിച്ചു. എന്തെങ്കിലുമൊക്കെ ചെയ്ത് സമയം പോകണ്ടേ, അതൊക്കെ ഞാൻ പിന്നെ വീഡിയോ ആയിട്ട് എടുത്തില്ല കേട്ടോ. അങ്ങനെ അവസാനം ഞങ്ങൾ 9:55 ആയപ്പോഴാണ് അവിടെ നിന്ന് എടുത്തത്. 4 മണിക്കൂർ ട്രാവലുണ്ട് നമ്മൾ സാന്റിയാഗോയ്ക്ക്. കുറച്ച് നേരം അപ്പം ഞങ്ങൾക്കൊരു ഗുണം കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഞാനും മോളും ഇരുന്നു. എൻ്റെ അടുത്ത സീറ്റിൽ വേക്കൻ്റ് ആയിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ നേരെ കാല് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി. ഞങ്ങൾ 1 മണിയായി. അത് 1 മണി 1 മണിയായി തോന്നുന്നത്. 9:30 എടുത്ത് 1 മണി കഴിഞ്ഞു. അതുപോലെ എനിക്ക് ഓർക്കാനുള്ള. അപ്പോൾ ആ സമയപ്പോഴത്തേനും ഞങ്ങൾ ഭയങ്കരമായിട്ട് ഡെഡ് ടയേർഡായി. 1 മണി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ അങ്ങനെ സാന്റിയാഗോയിലെത്തി. അവിടെ ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയിട്ട് ക്യാബ് ബുക്ക് ചെയ്തു. അങ്ങനെയാണ് കേട്ടോ ചെയ്തത്. വെളിയിൽ ഇറങ്ങിയിട്ട് ചെയ്തത്. ചിലപ്പോൾ പെട്ടെന്ന് വന്നെങ്കിലോ. സാന്റിയാഗോ ഭയങ്കര അതായത് അവിടെ ഭയങ്കര റഷായിരുന്നു ആ സമയത്ത്. ഞാൻ പറഞ്ഞില്ലേ ചിക്കാഗോ പോലെ തന്നെ അവിടെ ചെന്നപ്പോഴും അവിടെയും ഭയങ്കര റഷ്. ക്യാബൊന്നും കിട്ടുന്നുണ്ടായിട്ടില്ല. നമുക്കൊരു അവിടെ നിന്നൊരു കുറച്ച് നേരത്തെ ഒരു 10-15 മിനിറ്റ് നേരത്തെ ട്രാവലേ ഉള്ളൂ മോൻ്റെ അടുത്തോട്ട് എത്താനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ബുക്ക് ചെയ്തത്. അത് ഇറങ്ങി നമ്മൾ നടന്നു പോയപ്പോൾ ബുക്ക് ചെയ്തു. പക്ഷെ അവിടെ പോയി നമ്മൾ അതിനുവേണ്ടി കുറേ നേരം നിന്ന് ക്യാബ് കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം എന്തോ പ്രശ്നം, ക്യാബ് കിട്ടുന്നുണ്ടായിരുന്നില്ല. നോക്കി നിന്ന് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ക്യാബ് കിട്ടിയത്. അങ്ങനെ നമ്മൾ ക്യാബ് എടുത്തു.
അങ്ങനെ ഞങ്ങൾ സാൻഡിയാഗോ എത്തി. മോൻ്റെ അപ്പാർട്ട്മെൻറ്റിലെത്തി. ഞങ്ങൾ ഹയത്തിൽ റൂം എടുത്തിട്ടുണ്ട്. മോൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഒരാൾക്ക് സ്റ്റേ, അപ്പോൾ ഞാൻ മോൻ്റെ കൂടെ മിക്കവാറും നിൽക്കും. അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ പ്ലാൻ എടുത്തിരിക്കുന്നത്. 3-4 ദിവസം ഞങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ അവിടെ നേരത്തെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ മോൻ്റെ കൂടെ നിന്നു. അവർ ഹോട്ടലിലോട്ട് പോയി. നാളെയാണ് നമ്മുടെ ഗ്രാജുവേഷൻ സെറിമണി. അതിൻ്റെ വീഡിയോസൊക്കെ നാളെ എടുക്കാം. അങ്ങനെ ഞങ്ങൾ സാൻഡിയാഗോ എത്തിയിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്നുള്ള വ്ളോഗ്സ് ആയിരിക്കും കാണാൻ പറ്റുന്നുണ്ടാകുക. ഒത്തിരി ദിവസമൊന്നുമില്ല കേട്ടോ, ഞങ്ങൾ 3-4 ദിവസമുണ്ട്. അപ്പം പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോകണം എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷേ ഇപ്പം തന്നെ ഞാൻ ഭയങ്കര ടയേർഡാണ്. നാളെ രാവിലെ എണീറ്റ് നമുക്ക് ഗ്രാജുവേഷന് പോകണം. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഡൊമസ്റ്റിക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ പറയുക. അടുത്ത വീഡിയോയിൽ ഞാനത് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ പറയാം. ഇപ്പം സാധാരണ ഒരു നമ്മളെ പിള്ളേർ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ എടുത്തത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി.